യുവാക്കൾക്കിടയിലെ കൊലപാതക പരമ്പരകളാണ് ഈയിടെയായി നാം കാണുന്നത്. അമ്മയെന്നോ അച്ഛനെന്നോ കൂടപ്പിറപ്പുകളെന്നോ സുഹൃത്തുക്കളെന്നോ ഓർക്കാതെ കൊലപാതകം നടത്തുന്നവർ. എന്താണ് ന്യൂജൻ യുവാക്കളെ കൊലപാതകങ്ങളിലേക്ക് നയിക്കാനുള്ള കാരണം? ഞങ്ങളുടെ പ്രതിനിധികൾ പകർത്തിയ ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന വിതരണക്കാർ അങ്ങനെയുള്ള ആളുകളെ വിവരം ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുക്കുന്നവർക്ക് പ്രതിഫലം നൽകണം. അങ്ങനെ ഒരു സമീപനം എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സർക്കാരിൻ്റെ അലംഭാവമാണ് ഈ മരണത്തിലെല്ലാം കാരണമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വലിയ തോതിലുള്ള ഈ ഉപയോഗം കേരളത്തിലെ വിദ്യാർത്ഥികളിലേക്കും അതുപോലെ കേരളത്തിലെ വിദ്യാർത്ഥിനികളിലേക്കും ആൺപെൺ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഇത് ഉപയോഗിക്കുകയാണ്. ഈ ന്യൂജൻ സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ആളുകളായി കേരളത്തിലെ സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികൾ മാറുന്നു എന്നുള്ള നിരവധി പഠനങ്ങൾ സർക്കാരിന് മുമ്പിലുണ്ടെങ്കിലും അതൊന്നും ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഇത് ആരാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാനോ സർക്കാർ ശ്രദ്ധിക്കുന്നില്ല. ഒരു തലമുറയെ, ഒരു നാടിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമത്തിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണോ എന്ന് സംശയിക്കപ്പെടുന്നു. ഈ ബ്രൗൺ ഷുഗർ അങ്ങനെയുള്ള ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അല്ലാതെ ഇത് നേരത്തെ വെച്ച് നോക്കാൻ ഇങ്ങനെയുള്ള ഇതൊന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. സാധാരണപ്പെട്ട പോലെയല്ല, ഇതുപോലൊന്നും അക്രമങ്ങളൊന്നും വന്നിട്ടില്ല. സ്വന്തം മാതാവിനെയും എല്ലാം കൂടെ അല്ലേ കൊന്നത്. ഇതിനെക്കുറിച്ച് അതൊക്കെ പറയാനുള്ളൂ. അല്ലാതെ ഇപ്പം എന്തുവാ, നമ്മുടെയൊക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും കേട്ടിട്ടേ ഉള്ളൂ. ഇതുപോലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിന് അവരുടെ ഒരു മാനസിക നിലയെ പഠിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടെന്നുള്ളതാണ് സൈക്കോളജിക്കലായിട്ട്. കാരണം ഇത് ലഹരിയിൽ ഉൾപ്പെടുന്നത് മാത്രമല്ല, കടക്കണിയിൽ അകപ്പെടുന്നതിൻ്റെ ഒരു കാര്യത്തെ കൂടി നമ്മൾ വസ്തുത മനസ്സിലാക്കണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആത്മഹത്യ വർദ്ധിച്ചു വരുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പരിഹാരം ഗവൺമെന്റ് വളരെ ഇതിനെതിരായിട്ട് ഗവൺമെന്റും സംഘടനകളും ഇതിനെതിരായിട്ട് പ്രവർത്തിക്കണം. ഇത്രയും നല്ലൊരു കുടുംബ അന്തരീക്ഷം നമുക്കുണ്ടായിരുന്നതില്ല. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങൾ വഴിതെറ്റി മറ്റു സ്നേഹങ്ങൾ കിട്ടുന്നിടത്തേക്ക് പോകും. പിന്നെ ചിലപ്പോൾ മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളായി പോകും. എന്തെങ്കിലും പറ്റുമെന്നുള്ള ഭയത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. എന്നാന്ന് വെച്ചിട്ട് ഇന്നിപ്പോൾ 5 പേരെ കൊന്നെന്ന് വെച്ചാൽ അവന് ഒന്നും ചെയ്യാൻ പോണില്ല. ആരും ശക്തമാക്കണം. കാരണം ഇങ്ങനെയുള്ള ഇളവുകൾ കൊടുക്കരുത്. ഇങ്ങനെ അസുഖമാണെങ്കിൽ അവരെ ഭേദമാക്കിയിട്ട് വീണ്ടും അവരെ ശിക്ഷിക്കണം, പുറത്തിറക്കി വിടരുത്. പിന്നെ ഒരാൾ ചെയ്യുമ്പോൾ അയാളോട് വലിയ നിയമങ്ങളൊന്നും ഇല്ലെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി. അത് കാരണം കൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ചെയ്യണത്. ഇപ്പോൾ ചെന്ന് പറയുമ്പോൾ അയാൾക്ക് ഒന്നില്ലെങ്കിൽ ലഹരിയുടെ ഇതായിരിക്കും, അല്ലെങ്കിൽ മാനസിക രോഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിയമത്തിൽ ഇളവ് കൊടുത്ത് പുറത്തു വിടും. പിന്നെ അകത്ത് ചെന്നാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് വീണ്ടും ഇത് നടത്തുന്നത്.